ചേട്ടാ നമസ്കാരം. ചേട്ടാ നമസ്കാരം. ഇത് എപ്പോഴാ രാവിലെ രാവിലെ 4:30 സ്റ്റാർട്ട് ചെയ്യും. രാവിലെ എല്ലാ ദിവസങ്ങളിലും ഉണ്ടോ? എല്ലാ ദിവസവും ഉണ്ടല്ലേ? കായലിൽ നിന്ന് പിടിക്കുന്ന മത്സ്യങ്ങളാണ് അവിടെ? മത്സ്യമുണ്ട്, കടലിലെ മത്സ്യമുണ്ട്. കടലിലുണ്ടല്ലേ? എല്ലാ മത്സ്യവും ഇവിടെ. വില കാര്യങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ ഓരോ ദിവസം മാർക്കറ്റ് മീനിന്റെ വരവ് പോലെ ഇരിക്കും. അതെ അല്ലേ? വിലക്കുറവുണ്ടോ ഇവിടെ നേരിട്ട് വന്നു കഴിഞ്ഞാൽ? വിലക്കുറവുണ്ടാവും. കൂടുതൽ മീൻ വരികയാണെങ്കിൽ വില കുറയും. ഒരു ഏറ്റവും കുറഞ്ഞ 1 കിലോ ഒക്കെ ആയിട്ട് കൊടുക്കില്ല ഇവിടെ? കൊടുക്കും അല്ലേ? 1/2 കിലോ വരെയും കൊടുക്കും. 1/2 കിലോ വരെ കൊടുക്കും അല്ലേ? കൂടുതൽ ഏതൊക്കെ മത്സ്യങ്ങളാണ് അവിടെ ഉള്ളത്? ഇവിടെ കൂടുതലായിട്ട് ചിലവാകുന്നത് അയില, മത്തി, കൊഴുവ, ഇങ്ങനെയുള്ള മീനുകളാണ്. ചൂര അതിൽ നിന്ന് പിടിക്കുന്നതുകൊണ്ട് വരുന്നതുകൊണ്ട് വളർത്തി മീനുണ്ടല്ലോ. ഇടനിലക്കാരില്ലാതെ തന്നെ ഇവിടുന്ന് തന്നെ കുറഞ്ഞ റേറ്റ് നേരിട്ട് വന്ന് വില പറഞ്ഞ് മേടിച്ചോണ്ട് പോകാം. വില പറഞ്ഞ് മേടിക്കുന്നത് പേശലുണ്ടോ? വിലയില് വില പേശാം, കുഴപ്പമില്ല. വില പേശാൻ പറ്റും അല്ലേ? ഞണ്ട് ഐറ്റം ഉണ്ടോ? ഞണ്ടുണ്ടല്ലേ? എത്ര കിലോ ഉള്ള സ്രാവായിരുന്നു ചേട്ടാ? ഇത് 20 കിലോ ഉള്ള സ്രാവായിരുന്നു. അതെ അല്ലേ? ഇതിനെന്നാ കിലോയ്ക്ക് പീസ് റേറ്റ് എന്നാ തന്നെ? 300 രൂപ. 300 രൂപ അല്ലേ? നാട്ടിലെ മാർക്കറ്റിനെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു വില വ്യത്യാസം ഇവിടെ കാണുന്നുണ്ട്. ആ, പുറത്തേക്ക് ഇറങ്ങിയാൽ 450 രൂപയ്ക്കാണ്. 450 രൂപയ്ക്ക് റേറ്റ് തന്നെ. ആ, അതെല്ലാം കായൽ മത്സ്യം. അപ്പച്ച നമസ്കാരം. ഉണ്ട് അപ്പച്ച? അപ്പച്ച കച്ചവടത്തിന് തിരക്കിലാണോ? അതെ അല്ലേ? അപ്പച്ച ഈ മീനിന്റെ പേരൊക്കെ ഒന്ന് പറയാവോ? ഇത് ചെമ്മീൻ, ചെറിയ ചെമ്മീൻ അല്ലേ? ഇത് ഈ കാണുന്നത് പൂമീന്. പള്ളത്തി അല്ലേ? ഇത് ഞങ്ങളുടെ നാട്ടിന് വാലക്കൊടി എന്ന് പറയും. വാലക്കൊടി. ഇത് പള്ളത്തി അല്ലേ? കരിമീന്. ഇത് 2 കളർ വ്യത്യാസം ഉണ്ടല്ലോ. ഇതോ? അതെ അല്ലേ? ഇത് ബി അല്ലേ? ഇത് ഈ മീനോ? ഇതാ 100 രൂപ പൂമീന്. 100 രൂപ കിലോ. അതും പൂമീന്. ഇത് 100 രൂപ കിലോ. അതെല്ലേ? ഇതാകുമ്പോ 100 രൂപ. വെറും 100 രൂപ. പള്ളത്തി. അതോ? പെണ്ണുങ്ങളുടെ ഇഷ്ട കാരം 50 രൂപ കിലോ. 50 രൂപ ഉള്ളപ്പോ? അതെയോ? നല്ല റേറ്റ് വ്യത്യാസം ഉണ്ടല്ലേ? 60 രൂപ കിലോ. അതെല്ലേ? ചെറിയ വെള്ളക്കറി 60 രൂപ. വെള്ളക്കറി. അപ്പൊ ഈ സാധനം ഉണങ്ങി തന്നെ? ഇതാണ് ഉണങ്ങി വന്നത്. അതെ, നമ്മള് ചെമ്മീൻ, ഉണക്ക ചെമ്മീനായിട്ട് ഇവിടെ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്നത്. അതെയോ? ഇത് നമ്മൾ വെയിലിട്ട് ഉണങ്ങിയാൽ വെളിയിലൊക്കെ ചെന്നാൽ കിട്ടും. എന്തോ? വെളിയിലൊക്കെ ചെന്നാൽ കിട്ടും. സുഹൃത്തുക്കളെ, നമ്മൾ ചമ്മന്തി അരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉണക്കച്ചെമ്മീന്റെ ചെറിയ പതിപ്പാണ് ഇതല്ലേ? ഈ സാധനമാണ് നമ്മൾ ഉണങ്ങി ചെമ്മീനായിട്ട് വന്നെ അല്ലേ? നമുക്കിത് പച്ചയോട് മേടിക്കുവാണെങ്കിൽ നമുക്ക് വീട്ടിലിട്ട് നല്ല സൂപ്പറായിട്ട് ഉണങ്ങി നല്ല ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ പറ്റിയ പരുവത്തിലുള്ള ചെമ്മീനാണ്. ഇതിനെന്നാ അപ്പച്ച വില? 450 രൂപ അല്ലേ? ഇത് 200 രൂപ. 200 രൂപയാണ് ഇതിന്. 450 രൂപ കരിമീന്റെ. അപ്പൊ കരിമീനാണ് റേറ്റ് വ്യത്യാസമുള്ളത് അല്ലേ? അതെ അല്ലേ? ഈ കാണുന്ന ഈ കായലീന്ന് വള്ളത്തിന് പിടിച്ചു കൊണ്ടുവന്ന മീനാണ്. അമ്മച്ചേ, മീൻ കച്ചവടത്തിന്റെ തിരക്കിലാണോ? അതെ അല്ലേ? ഇത് കടൽ മത്സ്യങ്ങളാ അല്ലേ? സെപ്പറേറ്റ് ഇവിടെ എല്ലാം കായൽ മത്സ്യങ്ങളായിട്ട്. നമ്മുടെ കായലില് എല്ലാ ദിവസങ്ങളും ഉണ്ടോ? എല്ലാ ദിവസവും 364 ഒരു ദിവസം ലീവ്. വൈകിട്ട് എപ്പോഴാണ് ക്ലോസിംഗ്? തിരുവോണത്തിന് ഇപ്പൊ 2 മണിക്ക് ക്ലോസ് ആവും. 2 മണിക്ക് ക്ലോസ് ആവും. തിരുവോണം മാത്രം ലീവ്. അതെ അല്ലേ? ഓക്കെ അപ്പച്ചാ, ഒത്തിരി താങ്ക്സ്. ഇവിടെ എല്ലാം പുഴമീനുകളാണ്. ഈ മീനിന്റെ പേരെങ്ങനെയാട്ടാ? ഇത് സിലോപ്പി അല്ലേ? സിലോപ്പിയാണ്. ഈ സിലോപ്പിക്ക് എന്നാ വില? 50 രൂപ. 50 രൂപ സുഹൃത്തുക്കളെ, 50 രൂപ. ഞെട്ടിക്കുന്ന വില. കാരണം നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ 200 രൂപ, 250 രൂപ, 300 രൂപ കൊടുക്കേണ്ട മീനാണ് വെറും 50 രൂപയ്ക്ക്. മഞ്ഞക്കൂരി അല്ലേ? മഞ്ഞൾക്കൂരി തീരാൻ പോകുന്ന ഭാവം അല്ലേ?
ഇത് വരല്ലേ? നാടൻ വരല്ലേ? വില തന്നെ അതിൻ്റെ? അത് 2.80. 2.80 കൊടുക്കും. 2.80 അല്ലേ? ഇതെന്നാ മീനത്? അത് കട്ടില. കായലിലെ കട്ടില. അമ്മച്ചിയെ നമസ്കാരം. അതെയോ? അമ്മച്ചിയെ നമസ്കാരം ഉണ്ടോ അമ്മച്ചി? അമ്മച്ചി മീൻ കച്ചവടത്തിന്റെ തിരക്കിലാണോ? തിരക്കല്ലേ? അതെയോ? അമ്മച്ചി ഇത് ഈ ഉണക്കച്ചെമ്മീനൊക്കെ എന്നാ അമ്മച്ചി വില തന്നെ? ഈ ഉണക്കച്ചെമ്മീനൊക്കെ എന്നാ വില തന്നെ? എത്രയാ? 100 രൂപയുടെ ചെമ്മീനല്ലേ? 100 രൂപയുടെ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ എന്തേലും തൂക്കം ഉണ്ടത്? എന്തേലും തൂക്കം ഉണ്ട്? 150 ഗ്രാമിന് 100 രൂപയാണ് അമ്മച്ചി മേടിക്കുന്നത് അല്ലേ? ഇത് 70 രൂപ അല്ലേ? രണ്ട് കളർ വ്യത്യാസം ഉണ്ടല്ലോ. അതെല്ലേ? ഇതെങ്ങനെയാ കായൽ? ഇത് കായലിലാണോ? അത് രണ്ടും കായലില്ല. പിന്നെ എങ്ങനെ കളർ വ്യത്യാസം വന്നേ? ഇത് ഐസിട്ട ചെമ്മീൻ ഉണങ്ങുന്നതാണ്. ഇത് ജീവനുള്ള ചെമ്മീൻ ഉണങ്ങുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ ഐസിട്ട ചെമ്മീൻ ഇങ്ങനെ ഒരു കളർ വ്യത്യാസം വരും അല്ലേ? അതെല്ലേ? ഒരേ കായലിലെ മീനാണോ ഇത് രണ്ടും? ഇത് രണ്ടും ഒരു കായലിൽ കിടന്ന മീനാണോ? ഐസിട്ടയിലുള്ള വ്യത്യാസമാണല്ലേ? ഇതോ ഈ മീനൊക്കെയോ? മാർക്കറ്റിൽ നിന്ന് എടുത്ത് ഉണങ്ങുന്ന മീനല്ലേ? മാർക്കറ്റിൽ നിന്ന് എടുത്ത് ഉണങ്ങുന്ന മീനാണത്. നല്ല മീനാണ്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളൊക്കെ വ്യത്യാസമായിട്ട്. അതെയോ? നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും വ്യത്യാസമുണ്ട്. നമുക്ക് മീൻ ഉണക്ക മീനാണ്. ഇതേ കൈകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കയ്യിലേക്ക് അഴുക്ക് പറ്റാനൊന്നുമില്ല. നല്ല ഉണക്കമുള്ള മീനാണ്. കഴുകി ഉണക്കുന്ന മീനാണ് അല്ലേ? ഇത് എത്ര ദിവസത്തെ ഉണക്കാ? 2 ദിവസത്തെ ഉണക്കാം അല്ലേ? 2 ദിവസം കീറി ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് പടുതയിലാണ് ഇട്ട് ഉണങ്ങുന്നത്. കഴുകി വൃത്തിയാക്കിയിട്ട് ചാക്കിലൊക്കെ ഇട്ട് ഉണങ്ങും അല്ലേ? അതെയോ? ഇത് അതെല്ലേ? ഇത് ഉപ്പില്ലാത്ത കൊഴുവയുണ്ടോ? അതെങ്ങനെയാ? ചമ്മന്തി പിടിക്കാനായിട്ട്. അതെല്ലേ? ഇതിനെന്നാ വില തന്നെ? 1 കിലോയ്ക്ക് 600 രൂപ തന്നെ അല്ലേ? ചെമ്മീനാണേലും 1 കിലോയ്ക്ക് 600 രൂപ വരുന്നുണ്ടല്ലേ? ഇത് 700 രൂപ തന്നെ ഉണ്ടല്ലേ? ഈ ചെമ്മീനൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇട്ട് ഉണങ്ങുന്നതാണോ? അതെയല്ലേ? വിശ്വസിച്ച് മേടിക്കാൻ പറ്റും. വൃത്തിയായിട്ട് തന്നെ കഴുകി വാരി. എങ്ങനെയാ? അതെയോ? ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വിശ്രമിച്ചിരിക്കുവാണോ ചേച്ചി? അതെല്ലേ? ആഹാ. എന്തോ? മീനൊക്കെ കീറി കൊടുക്കുന്നതല്ലേ? അതെല്ലേ? സുഹൃത്തുക്കളെ, ഈ മീനൊക്കെ ഈ ഇരിക്കുന്ന ചേച്ചിയാണ് കേട്ടോ കീറി ഭംഗിയായിട്ട് കഴുകി വൃത്തിയാക്കി. അതെ. പേരെങ്ങനെയാ? ആ, അതെല്ലേ? ഈ വൈക്കത്ത് വന്നിട്ട് ഈ ഓമന ചേച്ചിനെ വന്ന് കാണണം. ചെമ്മീൻ മേടിക്കണം. ഉണക്കമീനൊക്കെ നല്ല വൃത്തിയുള്ള ചെമ്മീൻ.